അവൾ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം ഉമ്മയാണല്ലോ. ഒരു ഉമ്മാക്ക് മാത്രമാണ് സാന്ത്വനത്തിൻ്റെ ഒരു പച്ചമരുന്നാകാൻ കഴിയണം. ഏത് മുറിവും ഉണക്കാൻ പറ്റുന്നൊരു. ഭാര്യയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പ്രിയപ്പെട്ടവൾ എന്നൊരു വാക്കാണ് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടത്. അവൾ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മളിങ്ങനൊന്നും ആയിരുന്നില്ല. ഒരാൾക്ക് സ്നേഹിക്കാനൊന്നും പറ്റുന്ന രൂപത്തിലുള്ള ഒരാളായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. അതിലേക്ക് മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവരുന്നത് അവൾ തന്നെയാണ്. നമ്മൾ പറയില്ല, ഒരു പെണ്ണിന് മാത്രമേ ഒരു പെണ്ണിനെ മനസ്സിലാവൂ എന്ന് പറയുള്ളൂ. ഒരു പെണ്ണിന് മാത്രമേ ഒരു പുരുഷനെയും മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഹിറ്റ്ലറിൻ്റെ കൂടെ അവസാന നിമിഷവും ഒരു പെണ്ണാണുള്ളത് അല്ലേ. ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൽ അന്ന ആരാണെന്ന് അറിയാൻ നമുക്ക് പെരുമ്പടവ് ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ വായിച്ചാൽ മതി അല്ലേ. യേശുവിൻ്റെ കൂടെ അവസാന നിമിഷം വരെയും 3 പെണ്ണുങ്ങളാണുള്ളത്. മറ്റവരൊക്കെ ഉപേക്ഷിച്ച് പോയി. ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലേ, ചതിക്കുകയും ചെയ്തു. പെണ്ണിട്ടേച്ച് പോയില്ല, അവൾ കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മക്കളില്ലാത്ത ദമ്പതികളൊക്കെ, കൂടുതലും ഭാര്യയ്ക്കാണ് പ്രശ്നമെങ്കിൽ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഭർത്താവിനാണ് പ്രശ്നമെങ്കിൽ മരണം വരെ അവൾ അയാളുടെ കൂടെ ഉണ്ടാവും. അധിക കേസ് അവൾ ഉപേക്ഷിച്ച് പോകില്ല. സൗഹൃദങ്ങളെ കുറിച്ച് പറയുമ്പം കൂടുതൽ ആളുകൾക്ക് ഹിറ്റാവുന്ന അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഏത് കാര്യങ്ങൾ പറയുമ്പോഴാണ്?